ഹായ് ഫ്രണ്ട്സ്, ആരമ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ റിംഗോ സ്റ്റൈൽ ഓർക്കിഡിൻ്റെ സീഡ്ലിങ്സിൻ്റെ ഒരു സെയിൽസ് വീഡിയോ ആണ്. നമ്മുടെ എപ്പോഴും നമുക്ക് എൻക്വയറി വരുന്ന ഒരു പ്ലാന്റാണ് റിംഗോ സ്റ്റൈൽ കേട്ടോ. അപ്പോൾ റിംഗോ സ്റ്റൈലിൻ്റെ ചെറിയ പ്ലാന്റ്സിൻ്റെ റിംഗോ സ്റ്റൈൽ വലിയ പ്ലാന്റ്സ് നമുക്ക് 800-900 രൂപയാണ് റേഞ്ച് വരുന്നത്, ഫ്ലവറിങ് ചെയ്യാറായിട്ടുള്ള പ്ലാന്റ്സ്. അതിൻ്റെ സീഡ്ലിങ്സ് ആണ്. ഒരു 6 കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 6 കളേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ റേറ്റ് എത്രയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. 6 പ്ലാന്റിൻ്റെയും പ്ലാന്റ് സൈസ് ഞാൻ കാണിക്കുന്നുണ്ട്. ചില പ്ലാന്റ് നല്ല സൈസുണ്ട്, ചില 1-2 വെറൈറ്റികൾ കമ്പാരിറ്റീവ്ലി ചെറുതാണ്. അപ്പോൾ അത് പ്ലാന്റ് സൈസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മേടിക്കുക. അവസാനം എന്നെ കുറ്റം പറയരുത്. അതുകൊണ്ടാണ് ഞാൻ പ്ലാന്റ് സൈസ് ഓരോ വെറൈറ്റിയുടെയും പ്ലാന്റ് സൈസ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ട് ഇഷ്ടമായി പൈസയ്ക്ക് വേർത്താണ് എന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ നൽകുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വെറൈറ്റി നമുക്ക് നോക്കാം. ആദ്യത്തെ വെറൈറ്റി വന്നിട്ട് ജൈജാൻഡിയ റെഡ് ഇൻറ്റു ജൈജാൻഡിയ പിങ്ക് എന്നുള്ള 2 വെറൈറ്റികളുടെ ഒരു ക്രോസ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ തന്നെ കാണിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ പിക്ക് വന്നിട്ട് 2 ജൈജാൻഡിയ പിങ്കിൻ്റെയും ജൈജാൻഡിയ റെഡിൻ്റെയാണ് പിക്ക് കാണിക്കുന്നത്. കാരണം ഇത് ക്രോസ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫ്ലവർ എങ്ങനെ വേണമെങ്കിലും മാറി തിരിഞ്ഞ് വിരിയാം, ഏത് ഷെയ്ഡ്സിൽ വേണമെങ്കിലും വിരിയാം, ഏത് പാറ്റേണിൽ വേണമെങ്കിലും വിരിയാം. അതുകൊണ്ട് നമുക്ക് ഇന്ന പാറ്റേണിൽ വിരിയുമെന്ന് നമുക്ക് കൺഫേം ആയിട്ട് ഒരു പിക്ക് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ 2ൻ്റെയും പിക്ക്, മദർ പ്ലാന്റ്സിൻ്റെ 2ൻ്റെയും പിക്ക് ഇടുന്നത്, ഈ ക്രോസ് ഹൈബ്രിഡ്സിൻ്റെ മദർ പ്ലാന്റ്സിൻ്റെ പിക്ക് ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ജൈജാൻഡിയ റെഡ് ഇൻറ്റു ജൈജാൻഡിയ പിങ്കിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. അടുത്തത് വന്നിട്ട് ജൈജാൻഡിയ വൈറ്റിൻ്റെ പ്ലാന്റ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ജൈജാൻഡിയ വൈറ്റ് നന്നായിട്ട് പൂടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഈ റിംഗോ സ്റ്റൈല് നമുക്ക് മരത്തിലോ വുഡൻ എന്താ പറയുക ബോർഡിലോ അങ്ങനത്തെ ഇതിലൊക്കെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മരങ്ങളിൽ വച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് നശിച്ചു പോകുന്ന പ്ലാന്റ് അല്ല. ഇതിൻ്റെ നമ്മുടെ നോർമൽ വെറൈറ്റി, നാടൻ വെറൈറ്റി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പ്ലാന്റ് ആയിരിക്കും. ഫോക്സ് ടെയിൽ ഓർക്കിഡ് എന്ന് പറയുന്ന എന്താ പറയുക കുറുക്കൻ്റെ വാലെന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റി പൂവുണ്ട്. അത് ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. ഇതേപോലെ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസാണിത്. നന്നായിട്ട് ഒരേ ടൈം തന്നെ നമുക്ക് നന്നായിട്ട് പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ റിംഗോ സ്റ്റൈൽ കേട്ടോ. അടുത്തത് നമ്മുടെ വെറൈറ്റി റെഡാണ്. റെഡിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. കമ്പാരിറ്റീവ്ലി ചെറിയ പ്ലാന്റാണ് നമ്മുടെ റെഡിന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റിംഗോ സ്റ്റൈൽ റെഡ്, അതിൻ്റെ ഫ്ലവർ സൈഡിൽ കാണിക്കുന്നുണ്ട്. അടുത്ത ഇത് വന്നിട്ട് നമ്മുടെ ജൈജാൻഡിയ ഓറഞ്ച് എന്നുള്ള വെറൈറ്റിയുടെ പ്ലാന്റ് സൈസാണ് ഈ കാണിക്കുന്നത്. ജൈജാൻഡിയ ഓറഞ്ച് ഇതാണ് എൻ്റെ കയ്യിൽ വയ്ക്കുമ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ സീഡ്ലിങ്സ് ആണ്, അത് മനസ്സിലാക്കി ഓർഡർ ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് നന്നായിട്ട് പരിചരിച്ച് കിട്ടിയാൽ നമുക്ക് വളർന്ന് കിട്ടുന്ന പ്ലാന്റാണ് ഇതൊക്കെ. പ്ലാന്റ് സൈസ് വരുന്ന ജൈജാൻഡിയ സ്പോട്ട് ഇൻറ്റു ജൈജാൻഡിയ ബ്ലൂ എന്നുള്ള ഒരു വെറൈറ്റിയുടെ പ്ലാന്റ് സൈസാണ്. ഇത് ക്രോസ് ഹൈബ്രിഡാണ്. 2 വെറൈറ്റികൾ തമ്മിൽ ക്രോസ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ 2ൻ്റെയും ഫോട്ടോ ഇടുന്നുണ്ട്. ഫ്ലവർ വിരിയുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ക്രോസ് ഹൈബ്രിഡ് ആയിരുന്നുണ്ട്, എങ്ങനെ വേണമെങ്കിലും ഷെയ്ഡ്സ് മാറി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 2 ഫ്ലവറിൻ്റെ പിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ്. അടുത്തത് വന്നിട്ട് നമ്മുടെ ജൈജാൻഡിയ പ്ലൈ എന്നുള്ള വെറൈറ്റിയുടെ പ്ലാന്റ് ഇതാണ് കേട്ടോ. പ്ലാന്റ് സൈസ് ഇതാണ്. അപ്പോൾ നമ്മൾ 6 പ്ലാന്റിൻ്റെയും സൈസ് കാണിക്കുന്നുണ്ട്. നമുക്ക് ചെറുതായി വരുന്നത് ജൈജാൻഡിയ റെഡ് മാത്രം, റിംഗോ സ്റ്റൈൽ റെഡ് മാത്രമാണ് നമുക്ക് നല്ലൊരു സ്മോൾ സൈസ് വരുന്നത്. അതാണ്. ബാക്കി എല്ലാത്തിൻ്റെ ഒരു ആവറേജ് നല്ലൊരു സൈസ് വരുന്ന പ്ലാന്റ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാന്റ്സ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളൂ. ഡീറ്റെയിൽസും കളേഴ്സും റേറ്റും എല്ലാം അതിനകത്ത് പറയുന്നതാണ്. ഇനി ഇതിൻ്റെ റേറ്റ് പറയാം. ഇതിൻ്റെ റേറ്റ് ഒരു പ്ലാന്റിന് 300 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൽ ഏത് വെറൈറ്റി ആണെങ്കിലും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 300 രൂപയാണ്. അതേസമയം നിങ്ങൾ 6 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ട് 6 കളറും ഒന്നിച്ചാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരു പ്ലാന്റിന് 275 രൂപയാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് ആവറേജ് റേറ്റ് വരത്തുള്ളൂ. എന്ന് വെച്ചാൽ 1650, 6 പ്ലാന്റിന് 1650 രൂപ പ്ലസ് കൊറിയർ ചാർജാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ. കേരളത്തിനകത്ത് ഒരു സ്പീഡ് പോസ്റ്റ് ആണെങ്കിലും DTDC ആണെങ്കിലും ഒരു ചാർജും, കേരളത്തിന് പുറത്തേക്ക് വേറൊരു ചാർജും ആയിരിക്കും. റേറ്റിൽ വ്യത്യാസം വരാം. സ്പീഡ് പോസ്റ്റിനും DTDCക്കും ചാർജ് വ്യത്യാസമുണ്ട്. അപ്പോൾ പ്ലാന്റ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളൂ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു. ബൈ.